മീനാക്ഷി എവിടെ പോണു? സ്നോ പാർക്ക്. പാർക്കിൽ സ്നോ വീണ അത് സ്നോ പാർക്ക് ആവും അല്ലേ? ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഈ സൈഡൊന്ന് കവർ ചെയ്തോട്ടെ. ഫ്രോസൺ ആണോ? ഫ്രോസൺ. യെസ്. വെൽക്കം ടു സ്നോ ഡേ. Snow day park. 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 ഓക്കെ, അപ്പം 2026 എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. സ്നോ ഡേ. എനിക്ക് തോന്നുന്നു കൊളോണിൽ അത്ര സ്നോ വീഴുന്ന ഒരു സ്ഥലമല്ല. ഈ വർഷം പക്ഷെ കുറച്ച് കൂടുതൽ സ്നോ വീണിട്ടുണ്ട്. കാരണം ഈ വർഷത്തെ സമ്മർ ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ വിൻ്റർ ഇതുപോലെ കൂടി ഇവിടെ സ്നോ വരാൻ കാര്യം. ഓക്കെ, ഞാൻ ഒന്ന് തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ബാക്കിലൊരു പട്ടി ഉണ്ടായിരുന്നു. എനിക്ക് പട്ടിയെ പേടിയാണ് ഗൈസ്. ഈ കുട്ടിക്കാണെങ്കിൽ പട്ടിയെ ഒരു പേടിയില്ല. ഈ കുട്ടി ഒരു പട്ടിക്കുട്ടിയാണ്. അതുകൊണ്ട് ഈ കുട്ടിക്ക് പട്ടിയെ പേടിയില്ല. പക്ഷെ എനിക്ക് പട്ടിയെ പേടിയാണ് ഗൈസ്. നിങ്ങൾക്കൊക്കെ ഈ മരത്തിന്റെ മേലെ കിടക്കുന്ന സ്നോ കാണാമോ? സ്നോ അവിടെ നിന്ന് വീണ്ടും എടുത്ത പട്ടി വരുന്നുണ്ട്. എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ് സത്യം. നീ ആവശ്യമില്ലാതെ ചിരിക്കാതെ മീനാക്ഷി, അവസാനം ആ പട്ടി എന്നെ വന്ന് കടിക്കും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ഓക്കെ, അങ്ങനെ എപ്പോഴും എല്ലാ വർഷവും ഇതുപോലെ സ്നോ വരാറില്ല. വിൻ്റർ കൂടിയ ഒരു ടൈമാണെങ്കിൽ ഇവിടെ സ്നോ കുറച്ച് വീഴാറുണ്ട്. ജർമ്മനിയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളായ മ്യൂണിക്, അതുപോലെ ഫ്രാങ്ക്ഫർട്ട്, ഇവിടെയൊന്നും ഇതേപോലല്ല. എല്ലാ വർഷവും സ്നോ ഉണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാ വർഷവും ഇല്ല, വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ സ്നോ വീഴുന്നത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. അയ്യോ, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഞാനപ്പം നിങ്ങളെ 2026 എൻ്റെ പുതിയ ഈ വീഡിയോയിലേക്ക്, ഞാൻ പുതിയ വർഷത്തിലേക്ക് ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കാണിച്ച് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. ആരോഗ്യം, അതേപോലെ ഫിനാൻഷ്യലി, പിന്നെ എന്താണ്, വിചാരിച്ച വിഷസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് 2027 പോകുമ്പോൾ നിങ്ങളുടെ 2026 പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അഭിമാനവും ഉള്ളൊരു വർഷമായി മാറട്ടെ. ഇന്നിപ്പം മീനാക്ഷിക്ക് നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് നമ്മളുടെ വെക്കേഷൻ്റെ ഒരു കലാശക്കൊട്ടായിട്ട് ജനുവരി 6 ആണ് നമ്മളിപ്പം ഈ പാർക്ക് നിൽക്കുന്നത്. ഞാനിത് എന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ജനുവരി 7 മീനാക്ഷിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നാളെ രാവിലെ തൊട്ട് നേരത്തെ എണീക്കണം. കേട്ടോ? നേരത്തെ എണീക്കോ? നേരത്തെ എണീക്കും എന്നൊക്കെ പറയുന്നു. ദൈവത്തിനറിയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാത്ത് വേയിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ മൊത്തവും എന്താണ് ഇങ്ങനെ മരങ്ങളും, ഒരു സൈഡിൽ ബെഞ്ചൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇപ്പം എന്താണ് ഈ പച്ചപ്പൊക്കെ ഉള്ള സൈഡ് ഏതാണ്, അല്ലെങ്കിൽ നടക്കുന്ന വഴി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം സ്നോ കിടക്കുന്നത്. ഇന്നലെ രാത്രി നമ്മളിവിടെ വന്നിരുന്നു.
നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 20 minutes ഉണ്ടല്ലേ മീനാക്ഷി? ഇവിടെ അടുത്താണ് നമുക്ക് റിവർ ഉള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റിവറാണ്. റിവറിന് സാരമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുള്ളത് മൊത്തം റിവറിൻ്റെ ചുറ്റുമുള്ള ഏരിയയിൽ മൊത്തം സ്നോ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നിപ്പം ഈ ഒരു സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരെയും കാണാത്തത്. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടതാണ്. മീനാക്ഷി തിരിഞ്ഞേ, ഫോട്ടോ എടുക്കട്ടെ. യെസ്, ഇതാണ് നമ്മളുടെ പാർക്ക്. പാർക്കിൽ ഇപ്പം ദേ മീനാക്ഷി സ്നോ ബോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. സ്വിങ്, കുറേ ബെഞ്ച്, സീസോ, പൈറേറ്റ് ഷിപ്പ് പൊടിഞ്ഞു കിടക്കുന്നത്. ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മീനാക്ഷി സ്നോ ബോൾ ഉണ്ടാക്കുകയാണ്. സ്നോ മാൻ. ഞാനവിടെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് തണുത്ത് വിറച്ച് ഞാനിങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്നോ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഉച്ചവരെ നമ്മളോട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വി വിൽ ഗോ ആൻഡ് ഹാവ് ഫുഡ്. ഒരാൾ എന്തോന്നു ഒരാൾ കൊച്ചിനെ കൊണ്ട് പോകുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് അത് കാണാൻ. ഈശ്വര, ഇനി മീനാക്ഷി എൻ്റെ അടുത്ത് അത് കണ്ടിട്ട് പറയുമാവും ഇതുപോലെ ബൈക്ക് ഓട്ടിച്ചുകൊണ്ടൊക്കെ പോവാനേ. Nicht so schlimm. Ja, ich hab keinen Sinn. ഇവിടെ എല്ലാവരും സ്നോബോൾ ഉണ്ടാക്കി കളിക്കുകയാണ്. അയ്യേ, no, 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 no. So bad. എന്നാ സ്നോയില് മതി മോളെ. എന്നെ മുഖത്ത് ചേരി ദൂരെ നിന്നറിയണം മീനാക്ഷി. മതി മതി, സ്റ്റോപ്പ്. Nashino, enough, please. It's okay.
മീനാക്ഷി സ്നോയിങ്. Snarling. Oh, the man is snarling. He went to bed and bumped his head. They go away. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ